ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന മിക്കവരും എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ പലരും നല്ല എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഏണിങ്സിനുള്ള മാർഗ്ഗം കണ്ടെത്തണം, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാമെന്നല്ല, ബിസിനസ് നമ്മളെ മൈൻഡിൽ വരികയാണെങ്കിൽ നല്ലൊരു പ്ലാനിങ് നമുക്ക് ആദ്യം നന്നായിട്ട് വേണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതാണ്, അപ്പോൾ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് കുറച്ചും ഒരു ഐഡിയ ഉണ്ടായാൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഇന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു ബിസിനസ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഇപ്പോൾ ക്രാഫ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, കുക്കിങ്, സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ് എന്താണ് നിങ്ങളെ മനസ്സിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നമുക്ക് അതിനുള്ളൊരു കോഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് നിങ്ങളെ മൈൻഡിൽ വന്നിട്ടുള്ള ആ ബിസിനസ്സിനെ കുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഐഡിയ എങ്ങനെ കിട്ടുക, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ്. വേറെ ഇതുമല്ല, നമ്മുടെ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. അത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, കുക്കിംഗ് എല്ലാം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അത് വെച്ചിട്ടുള്ള റെസിപ്പികൾ ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം ബിസിനസ് ഐഡിയാസ് എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലിതേ ബിസിനസ് ഐഡിയാസ് ഫോർ വുമൺ, ബിസിനസ് ഐഡിയാസ് ഫോർ ബിഗിന്നേഴ്സ്, ടീനേജേഴ്സ്, എൻ്റർപ്രണർ, അങ്ങനെ ഫോർ സ്റ്റുഡൻസ് അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പറ്റിയിട്ടുള്ള ബിസിനസ് ഏതാണെന്നൊക്കെ ഇതിൽ എല്ലാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്നർത്ഥം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്പിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോസിൽ ഞാൻ അങ്ങനെ ഷോർട്ടായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻസ് എന്നുള്ളതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിലിത് ലോ ബഡ്ജറ്റ് ബിസിനസ് ഐഡിയാസ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആവുന്ന സമയത്ത് അവരുടെ അടുത്ത് അങ്ങനെ ക്യാഷ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതിൽ ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഐഡിയാസ് എന്നുള്ളത്. പിന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ബിസിനസ് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ബിസിനസ് അറ്റ് ഹോം, വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് അറ്റ് ഹോം ഐഡിയാസ് ആണ് സെർച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് DIY, പാക്കിങ്, ഫുഡ്, ബ്യൂട്ടി, ജ്വല്ലറി, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ബിസിനസ് ചെയ്യുക അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിൽ ഏത് ബിസിനസ് വെച്ചാൽ അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ഏതാണ്, ക്രാഫ്റ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്, സ്റ്റിച്ചിങ്ങിൽ, ഫുഡിൽ, അതിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതാണെന്നൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു പിൻട്രസ്റ്റുമായിട്ടുള്ളൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഇതൊക്കെ കിട്ടും കേട്ടോ. ഈ ആപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ്. എനിക്കൊരു വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിലാണ് കേട്ടോ സെർച്ച് ചെയ്ത് നോക്കാം. കാരണം പല ടൈപ്പിലായിരിക്കും ആ ഒരു വർക്ക് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്കതിൽ ഇഷ്ടപ്പെട്ടത് ഏതാ നല്ലത് ചൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഞാൻ സെർച്ച് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത്, ഇപ്പോൾ ഒരു ബിഗിന്നർ ആവണ സമയത്ത് നമുക്ക് പല ടൈപ്സ് ക്ലോത്ത്സിൻ്റെ നെയിംസ് ഒന്നും അറിയില്ല. നമുക്ക് ഏകദേശം കുറച്ചൊക്കെ അറിയാം. സാറ്റിന്, പിന്നെ അതുപോലെ കോട്ടൺ തന്നെ ചിലത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഫോർ
സ്റ്റിച്ചിങ് അങ്ങനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഒരു ബിഗിനർ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടൂൾസുകൾ, സ്റ്റിച്ചിങ്ങിൻ്റെ ടൂൾസുകളൊന്നും നമുക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നിങ്ങൾക്കൊരു ധാരണ വരും കേട്ടോ. അപ്പോൾ ഇതാണ് ക്ലോത്ത്സുകൾ, കോട്ടൺ, ലെനിൻ, പിന്നെ അതുപോലെ സിൽക്ക്, സാറ്റിൻ, അങ്ങനെ പല ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ നമ്മൾ പല ഡിസൈന് നമ്മുടെ കയ്യിന് ഷോൾഡറിൻ്റെ പഫ് പോലെ വരുന്നില്ലേ, ആ ഒരു ഭാഗം പല ഡിസൈനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ നെയിംസ് ഇപ്പോൾ കസ്റ്റമറിന് ചിലപ്പോൾ നല്ല ഐഡിയ ഉണ്ടാവും. നമ്മളൊരു ബിഗിനർ ആവുന്ന സമയത്ത് ഈ വർക്ക് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൽ സെർച്ച് ചെയ്ത് നോക്കാം അവർ ഏത് രീതിയിലാണ് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് ഐഡിയ കിട്ടും. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള മോഡൽ ഇതാണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തു കൊടുക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് നടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആഗ്രഹമുള്ളവർ, നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ സെർച്ച് ചെയ്യണം എന്നുള്ളത്, നിങ്ങൾക്ക് അറിയാത്തത് എന്താണെന്നുള്ളത് അറിയാലോ, അത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് വരാം. അപ്പോൾ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പല ആൾക്കാരും ഈ അച്ചാറുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്നാക്സുകൾ, പിന്നെ ഇപ്പോൾ കുറേ പേര് ബേബി ഫുഡ്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബേബി ഫുഡ്സൊക്കെ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, മായം കലർത്താതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ചെറിയ കുഞ്ഞുങ്ങൾക്കാണ്, നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനല്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പികൾ വീട്ടിലുണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഹെൽത്തി റെസിപ്സ്, പിന്നെ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതൊക്കെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ സെർച്ച് ചെയ്തത് 6 month ബേബി ഫുഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ ആ ഒരു ഏജിൽ കൊടുക്കുന്ന ഫുഡുകൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ സെയിൽ ചെയ്യാമെന്ന് മാത്രമല്ല ഉണ്ടാക്കി നോക്കുക, വീട്ടിൽ നമ്മളെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ ഇത് ക്രാഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ സേവ് ദ ഡേറ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ ആർട്ടാണ് ഇപ്പോൾ അധികം ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോസും ഉണ്ട്. ഡിജിറ്റൽ ആർട്ടൊക്കെ എങ്ങനെയാണ് ചെയ്യണത്, അല്ലെങ്കിൽ കുറേ ഐഡിയാസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ പലവിധ ഫ്രെയിമിൻ്റെ ഫോട്ടോസൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അധികം സ്റ്റുഡൻസിനൊക്കെ അധികം ക്രാഫ്റ്റ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ മെഹന്തി ഡിസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാം. പല നല്ല അറേബ്യൻ മെഹന്തി ഡിസൈൻ, പിന്നെ നമുക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് നാച്ചുറലായിട്ടുള്ള മേക്കപ്പ്സ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ, ടാറ്റാ.